ഹലോ ഗൈസ്, നമുക്ക് ചോറിന് കൂട്ടാൻ ഗൈസ് ഈ ഐറ്റം മാത്രം മതി, വേറൊന്നും വേണ്ടിട്ട് ഗൈസ്. നമുക്ക് ഐറ്റം ഉണ്ടാക്കിയാൽ സ്റ്റാർട്ട്. അപ്പോൾ ബ്രിഞ്ചൽ അല്ലെങ്കിൽ വഴുതനങ്ങ എടുത്തിട്ട് നീളത്തിൽ ഇങ്ങനെ 3 പീസാക്കി കട്ട് ചെയ്ത് നല്ല വൃത്തിയിലൊന്ന് കേക്ക് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലൈസ് നിങ്ങൾക്ക് എത്രത്തോളം എരിവാണോ അത്രത്തോളം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ അതൊന്ന് വൃത്തിയാക്കി ഇല്ല് വെളുത്ത ഇല്ലൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പതുക്കണ ചൂട് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് എടുത്തിട്ട് നല്ല വൃത്തിയിലൊന്ന് അത് കേക്ക് എടുക്കുന്നുണ്ട്. നല്ല വൃത്തിയിൽ തന്നെ കേക്ക് കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് പതുക്കണ ചൂടുള്ള ശേഷം നല്ലൊന്ന് കേക്ക് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 3 വട്ടം കേക്ക് ഇരിക്കുന്നുണ്ട്, കാരണം കുറച്ച് വൃത്തിയിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാനത് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഗാർലിക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കേക്കിത്തെ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ മല്ലിയില്ലേ അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഉപ്പ് വേണം ആ കയ്യിൽ ഇടയാം. അത് ഞാൻ ഒരു ജാർ എടുത്തിട്ട് അതിൽ നല്ല നടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ എല്ലാം വടിച്ചിട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ മതി. നല്ല നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു പരുവത്തിലായി കിട്ടണം. അതിലേക്ക് ഞാൻ കരിവേപ്പില നല്ല വൃത്തിയിൽ കേക്കിട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പില കുറച്ച് മതി, തോനൊന്നും വേണ്ട. എന്നിട്ട് ഇതിനേക്കാളും നല്ലത് പേസ്റ്റാക്കി എടുത്തോളൂ കേട്ടോ. അതിന് ശേഷം ഞാൻ ഈ വഴുതനങ്ങ നല്ല വൃത്തിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഓരോന്നായിട്ട് എടുത്തിട്ട് ഞാൻ എന്താക്കുന്നുണ്ട്, ഓരോന്നിൻ്റെ മേലെ ഞാൻ തേച്ച് പിടിപ്പിക്കാൻ പോകട്ടോ. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ പരിപാടിയിലേക്ക് നടക്കാം. കട്ട് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. അപ്പം നമ്മൾ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ സൈഡായിട്ട് ക്രോസ് ആക്കി കട്ട് ചെയ്യുന്നൊക്കെ പറയില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ. അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. 2 ഭാഗവും 2 സൈഡിലെ 2 ഭാഗവും കട്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഈ നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നതാക്കാം, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആയിട്ട് തേച്ച് പിടിപ്പിക്കണ്ടോ. നല്ല നമുക്ക് അടിപൊളി മസാല പൊടിച്ച ഒരു വഴുതനങ്ങായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലൊന്ന് 2 ഭാഗവും തേച്ച് പിടിപ്പിച്ചെടുക്കണം. ഇത് അതിൻ്റെ ശേഷം അടുന്ന വരെ അല്ലെങ്കിൽ മസാല വേർപ്പ് പിടിയൊന്നും ചെയ്യില്ല, അതിൽ തന്നെ നിൽക്കും കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഒരു ഭാഗം മാത്രമാണെങ്കിലും 2 സൈഡ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കള്ളിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് എല്ലാവരും ഇതാക്കുക. നിങ്ങൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അത്രക്കും ടേസ്റ്റാണ് കേട്ടോ. ഓയിൽ പൊരിക്കാൻ ടേസ്റ്റാണ്, പക്ഷേ വെളിച്ചെണ്ണ പിടിക്കുകയാണെങ്കിൽ വേറെ തന്നെ ടേസ്റ്റ് ഇല്ല. അങ്ങനെ ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണയിൽ നല്ലൊന്ന് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക, ഒരു ബ്രൗൺ കളറായി മസാല വരുമ്പോഴത്തേന് നമുക്കിത് എടുക്കാം കേട്ടോ. അതിനുശേഷം ഗൈസ് നല്ല ചോറ്, അതേപോലെ തന്നെ നമ്മളിതും കുറച്ച് കറിയും കടുമാങ്ങ കൂട്ടി തിന്നാണ്ടല്ലോ ഗൈസ്, കമ്പോ അടിപൊളി. പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മസ്റ്റ് ട്രൈ. ബൈ.